തറവാടിന്റെ പൂമുഖത്തുള്ള ചാരുബെഞ്ചിൽ കിടക്കുമ്പോഴും ഹരിയുടെ മനസ്സ് അങ്ങ് ദൂരെ നഗരത്തിലെ തന്റെ മൾട്ടിനാഷണൽ കമ്പനിയുടെ പുതിയ പ്രൊജക്ടുകളിലും ഡീലുകളിലുമായിരുന്നു. സായാഹ്ന സൂര്യന്റെ കനകപ്രഭ തറവാട്ടുമുറ്റത്തെ തെങ്ങോലകളിൽ തട്ടിത്തെറിച്ച് വീഴുമ്പോഴും പ്രകൃതിയുടെ ആ ശാന്തതയൊന്നും അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നില്ല. പ്രായം 35 ചുറ്റുമുള്ളവരും ബന്ധുക്കളുമെല്ലാം കല്യാണക്കാര്യം പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ ഹരിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ ഘട്ടവും ഒരു ബിസിനസ് ഡീൽ മാത്രമായിരുന്നു. വിജയങ്ങൾ മാത്രം ശീലിച്ചവന് പണം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അച്ഛൻ കേശവമേനോൻ പത്രവായനയ്ക്കിടയിലൂടെ മകനെ ഒന്ന് പാളി നോക്കി. ഹരി, നീ ഈ ഫോണും കമ്പ്യൂട്ടറും ഒന്ന് മാറ്റിവെച്ച് ഈ പറയുന്നതെന്ന് കേൾക്ക്. അച്ഛന്റെ ശബ്ദത്തിൽ അല്പം ഗൗരവം കലർന്നിരുന്നു. അടുക്കളയിൽ നിന്ന് ഒരു കപ്പ് ചൂട് ചായയുമായി അമ്മ തങ്കമണിയും അവിടേക്ക് വന്നു. എന്താടാ നിന്റെ വിചാരം? വയസ്സ് ഇത്രയായി. നിന്റെ കൂടെ പഠിച്ചവരുടെയൊക്കെ മക്കൾ ഇന്ന് സ്കൂളിൽ പോകാറായി. നിനക്കിപ്പോഴും ഈ കച്ചവടവും കാശും മാത്രമേ ഉള്ളൂ ചിന്ത. അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. തങ്കമണി അമ്മ ചായ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ, എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ സമയമില്ലെന്ന്. എന്റെ മുന്നിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. ഹരി സങ്കോചമില്ലാതെ മറുപടി നൽകി. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മേലേപ്പാട്ടെ മാധവേട്ടന്റെ മകൾ ഗൗരി. നല്ല തറവാട്ടിലെ കുട്ടിയാണ്. പക്ഷേ പാവങ്ങളാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും നമ്മുടെ അത്രയില്ല. എങ്കിലും നല്ല സ്വഭാവമുള്ള കുട്ടി. നീ ഒന്ന് പോയി കാണണം, അമ്മക്ക് വേണ്ടിയെങ്കിലും. ഹരിക്ക് ആ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. ശരി, അമ്മയുടെ ആഗ്രഹമല്ലേ, ഞാൻ പോയി കാണാം. പക്ഷേ എനിക്ക് എന്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഒത്തുവന്നില്ലെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. ഹരി തന്റെ അഹങ്കാരം ഒളിപ്പിക്കാതെ പറഞ്ഞു. പണം കൊണ്ട് ലോകത്തെയും മനുഷ്യരെയും അളക്കാൻ പഠിച്ച ഹരിക്ക് ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി തനിക്ക് ചേരുമോ എന്ന സംശയമുണ്ടായിരുന്നു. എങ്കിലും അമ്മയുടെ മനസമാധാനത്തിനായി അവൾക്കൊരു അവസരം നൽകാൻ അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് വൈകുന്നേരം ഗൗരിയുടെ വീട് ലക്ഷ്യമാക്കി ഹരി തന്റെ ആഡംബര കാറിൽ യാത്ര തിരിച്ചു. ഗ്രാമീണത നിറഞ്ഞ ആ വഴികളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. തന്റെ സമ്പത്തും പദവിയും കണ്ട് ആ പെൺകുട്ടിയും കുടുംബവും അത്ഭുതപ്പെടുമെന്നും തന്റെ മുന്നിൽ വിധേയരായി നിൽക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. ചെറിയൊരു പുരയിടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ലളിതമായ ഒരു വീടായിരുന്നു ഗൗരിയുടേത്. കാറിന്റെ ശബ്ദം കേട്ട് ഗൗരിയുടെ അച്ഛൻ മാധവേട്ടൻ പുറത്തേക്ക് വന്നു. തികഞ്ഞ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹം ഹരിയെ സ്വീകരിച്ചു. വരൂ ഹരി, ഉള്ളിലേക്കിരിക്കൂ, മാധവേട്ടൻ പറഞ്ഞു. വീടിനകം വളരെ ലളിതമായിരുന്നു. എങ്കിലും അവിടെ ഒരു പ്രത്യേക വൃത്തിയും ശാന്തതയും നിറഞ്ഞു നിന്നിരുന്നു. അല്പസമയത്തിനകം കയ്യിൽ ചായപലഹാരങ്ങളടങ്ങിയ തളികയുമായി ഗൗരി പൂമുഖത്തേക്ക് കടന്നു വന്നു. ഒരു ലളിതമായ കേരള സാരിയായിരുന്നു അവളുടെ വേഷം. ആഡംബരങ്ങളോ വലിയ മേക്കപ്പോ ഒന്നും തന്നെ അവളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക പ്രകാശവും മുഖത്ത് അപാരമായ ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഹരി നഗരങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുള്ള പ്രഗത്ഭരായ സ്ത്രീകളിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിരുന്നു അവൾ. ഹരി അവളെ ഒന്ന് നിരീക്ഷിച്ചു. ലളിതമായ സൗന്ദര്യം അവനെ അല്പം ആകർഷിച്ചുവെന്നത് സത്യമാണ്. എങ്കിലും അവളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ചുറ്റുപാട് അവന്റെ ഉള്ളിലെ അഹങ്കാരത്തെ വീണ്ടും ഉണർത്തി. താൻ നൽകുന്ന വലിയ ജീവിത സൗകര്യങ്ങളും ആഡംബരങ്ങളും കാണുമ്പോൾ ഏതൊരു പെൺകുട്ടിയെയും പോലെ അവളും അത്ഭുതപ്പെടുമെന്ന് അവൻ കരുതി. ഹരിയോട് സംസാരിക്കൂ മോളെ എന്ന് പറഞ്ഞ് മാധവേട്ടൻ അവിടെ നിന്ന് മാറിപ്പോയി. ഹരി ഗൗരിയെ നോക്കി ലളിതമായി പുഞ്ചിരിച്ചു. ഗൗരി, ഞാൻ ഒരുപാട് ബിസിനസ് തിരക്കുകളുള്ള ആളാണ്. എനിക്ക് ജീവിതത്തിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് ചുറ്റുമുള്ള ലോകം വളരെ വലുതാണ്. ഹരി തന്റെ പദവിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകി. ഗൗരി അവന്റെ വാക്കുകൾ വളരെ ശാന്തമായി കേട്ടിരുന്നു. അവൾ തിരിച്ചു ചോദിച്ചു. ജീവിതത്തിൽ പണവും തിരക്കുകളും മാത്രമാണോ ഹരിയുടെ ലക്ഷ്യം? അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? ആ ചോദ്യം ഹരിയെ അല്പം ചൊടിപ്പിച്ചു. സാധാരണ തന്നോട് ആളുകൾ സംസാരിക്കുമ്പോൾ പുലർത്തുന്ന ഒരു തരം ഭയമോ വിധേയത്വമോ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ അവനെ കാണാൻ കഴിഞ്ഞില്ല. പകരം തികഞ്ഞ ആത്മാഭിമാനവും ഗൗരവവുമായിരുന്നു അവളിൽ. പണമുണ്ടെങ്കിലേ ഈ ലോകത്ത് ബഹുമാനവും സന്തോഷവും ലഭിക്കൂ ഗൗരി. അത് മനസ്സിലാക്കാൻ അല്പം അനുഭവ സമ്പത്ത് വേണം, ഹരി അല്പം പരിഹാസത്തോടെ പറഞ്ഞു. ഗൗരി ഒന്നും മറുപടി പറഞ്ഞില്ല. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ചായക്കപ്പ് അവന് നേരെ നീട്ടി. ആ പുഞ്ചിരിയിൽ ഹരിക്ക് വായിച്ചെടുക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ടായിരുന്നു. മടങ്ങുമ്പോൾ ഹരിയുടെ ഉള്ളിൽ അഹങ്കാരവും ഒപ്പം ചെറിയൊരു ആശയക്കുഴപ്പവും നിറഞ്ഞു നിന്നിരുന്നു. ഗൗരിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയ ശേഷവും ഹരിയുടെ മനസ്സിൽ ആ കൂടിക്കാഴ്ച തന്നെയായിരുന്നു നിറഞ്ഞു നിന്നത്. സാധാരണയായി തന്നോട് സംസാരിക്കുന്ന പെൺകുട്ടികളിൽ കാണാറുള്ള ഒരു തരം വിധേയത്വമോ തന്റെ സമ്പന്നതയോടുള്ള അത്ഭുതമോ ഗൗരിയുടെ കണ്ണുകളിൽ അവൻ കണ്ടില്ല.
അതാണ് അവന്റെ ഉള്ളിലെ അഹങ്കാരത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്. താൻ ആരാണെന്നും തന്റെ സാമ്പത്തിക ശേഷി എന്താണെന്നും അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയത്. അവളുടെ മുന്നിൽ തന്റെ പ്രതാപം കാണിക്കണം, പണത്തിന്റെ തിളക്കവും ആഡംബരത്തിന്റെ സുഖവും എന്താണെന്ന് അവളെ അനുഭവിപ്പിക്കണം. അങ്ങനെ ചിന്തിച്ചാണ് ഹരി അവളെ നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും വില കൂടിയതുമായി ഒരു നക്ഷത്ര റെസ്റ്റോറന്റിലേക്ക് അത്താഴത്തിന് ക്ഷണിച്ചത്. നിശ്ചിത സമയത്തു തന്നെ ഹരി തന്റെ പുത്തൻ ആഡംബര കാറുമായി ഗൗരിയുടെ വീട്ടുപടിക്കലെത്തി. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അവൻ പുറത്തേക്ക് നോക്കി. ഒരു ലളിതമായ കോട്ടൺ സാരി ധരിച്ചാണ് ഗൗരി ഇറങ്ങി വന്നത്. വസ്ത്രത്തിലോ ആഭരണങ്ങളിലോ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവളുടെ നടപ്പിലും ഭാവത്തിലും ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് അവൾ മുൻസീറ്റിലേക്കിരുന്നു. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കാർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ഗൗരി ശാന്തമായി ചോദിച്ചു. നഗരത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ പ്രവേശനം കിട്ടില്ല. മികച്ച ഭക്ഷണവും അന്തരീക്ഷവും അനുഭവിക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം. ഹരി തന്റെ ആഡംബരത്തെപ്പറ്റി സ്വയം അഭിമാനിച്ചുകൊണ്ട് പറഞ്ഞു. നഗരമധ്യത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തുമ്പോൾ വലിയ ലൈറ്റുകളുടെ വെളിച്ചത്തിലും ആഡംബരത്തിലും ആ പ്രദേശം തിളങ്ങി നിൽക്കുകയായിരുന്നു. യൂണിഫോം ധരിച്ച സെക്യൂരിറ്റിക്കാർ വന്ന് വാതിൽ തുറന്നുകൊടുത്തു. റെസ്റ്റോറന്റിലേക്ക് നടക്കുമ്പോൾ അവിടെയുള്ള ഓരോ വസ്തുവിലും സമ്പന്നതയുടെ തിളക്കമുണ്ടായിരുന്നു. മാർബിൾ തറകളും സ്ഫടിക വിളക്കുകളും പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തുന്ന പാശ്ചാത്യ സംഗീതവുമെല്ലാം ആ അന്തരീക്ഷത്തെ വേറിട്ടതാക്കി. ഒരു മേശയ്ക്ക് ഇരുവശത്തായി അവർ ഇരുന്നു. റെസ്റ്റോറന്റിലെ ആഡംബര അന്തരീക്ഷം കണ്ട് ഗൗരി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ആ കാഴ്ചകൾ അവൾക്ക് പുതിയതായിരുന്നെങ്കിലും അതിന്റെ പ്രഭയിൽ അവൾ അമ്പരന്നു പോയില്ല. എന്നാൽ ഹരിയുടെ മുഖത്ത് ഇതൊക്കെ എനിക്ക് വളരെ സാധാരണമാണ് എന്ന മട്ടിലുള്ള ഭാവമായിരുന്നു. വെയിറ്റർ വന്ന് വലിയൊരു മെനു കാർഡ് അവർക്ക് മുന്നിൽ വെച്ചു. അത് തുറന്നു നോക്കിയ ഗൗരിയുടെ പുരികങ്ങൾ അല്പം ചുളിഞ്ഞു. ഓരോ വിഭവത്തിനും എഴുതിയിരിക്കുന്ന തുക ഒരു സാധാരണ കുടുംബത്തിന്റെ മാസച്ചെലവിനേക്കാൾ കൂടുതലായിരുന്നു. അത്രയും വലിയ തുക ഒരു നേരത്തെ ഭക്ഷണത്തിനായി ചിലവാക്കുന്നത് അവൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഗൗരിക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ, പണത്തെക്കുറിച്ച് ഇവിടെ പേടിക്കേണ്ടതില്ല, ഹരി അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഹരിക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളൂ, ഗൗരി മെനു കാർഡ് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഹരി വെയിറ്ററെ വിളിച്ച് അവിടെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വില കൂടിയ പ്രത്യേക വിഭവങ്ങളും കൂടെ വിലയേറിയ വൈനും ഓർഡർ ചെയ്തു. താൻ എത്രത്തോളം പണം ചിലവഴിക്കാൻ മടിക്കാത്ത ആളാണെന്ന് ഗൗരിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. ഭക്ഷണം മേശപ്പുറത്തേക്ക് വന്നപ്പോഴും ഗൗരിയുടെ ഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഡംബരപൂർണമായ ആ അന്തരീക്ഷവും വില കൂടിയ ഭക്ഷണവും അവളിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കിയില്ല. അവൾ വളരെ മിതമായി മാത്രം ഭക്ഷണം കഴിച്ചു. എന്തു പറ്റി ഗൗരി? ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഈ നഗരത്തിലെ ഏറ്റവും മികച്ച ഷെഫ് ഉണ്ടാക്കിയതാണ്, ഹരി അത്ഭുതത്തോടെ ചോദിച്ചു. ഭക്ഷണമൊക്കെ കൊള്ളാം, പക്ഷേ ഇത്രയും പണം കൊടുത്ത് ഈ ആഡംബരം വാങ്ങേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു. വിശപ്പടക്കാൻ ലളിതമായ ഭക്ഷണവും സന്തോഷമുള്ള ഒരു അന്തരീക്ഷവും പോരെ? ഗൗരി തികഞ്ഞ ശാന്തതയോടെ മറുപടി നൽകി. ഹരി ഒന്ന് ഉറക്കെ ചിരിച്ചു. അതാണ് നിന്റെ തെറ്റിദ്ധാരണ ഗൗരി. ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള മികച്ച കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയൂ. വില കൂടിയ വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും മികച്ച യാത്രകളുമൊക്കെയാണ് ജീവിതത്തിന് ഭംഗി കൂട്ടുന്നത്. ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും നൽകാൻ പണത്തിന് കഴിയും. ഹരിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന അഹങ്കാരവും പണത്തോടുള്ള അതിരറ്റ ആവേശവും ഗൗരി കൗതുകത്തോടെ നോക്കിക്കണ്ടു. സമ്പത്ത് കൊണ്ട് ഏതു പെൺകുട്ടിയുടെ മനസ്സിനെയും കീഴടക്കാമെന്ന അവന്റെ ചിന്ത എത്രത്തോളം പക്വതയില്ലാത്തതാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പണം കൊണ്ട് സൗകര്യങ്ങൾ വാങ്ങാം ഹരി, പക്ഷേ സന്തോഷം വാങ്ങാൻ കഴിയുമോ? ഗൗരി തന്റെ മനസ്സിലുയർന്ന ചോദ്യം അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ ഹരി ഒരു നിമിഷം നിശബ്ദനായി. എങ്കിലും തന്റെ നിലപാടിൽ നിന്ന് ഉൾവലിയാൻ അവൻ തയ്യാറായിരുന്നില്ല. താൻ വാങ്ങി നൽകുന്ന ആഡംബരങ്ങൾക്ക് മുന്നിൽ ഏതൊരു പെൺകുട്ടിയെയും പോലെ ഗൗരിയും എന്തെങ്കിലും വീഴുമെന്ന പ്രതീക്ഷയിൽ അവൻ തന്റെ അഹങ്കാരത്തിൽ തന്നെ ഉറച്ചു നിന്നു. ആ വിരുന്ന് അവരുടെ രണ്ടുപേരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും ജീവിത മൂല്യങ്ങളെയുമായിരുന്നു എടുത്തു കാണിച്ചത്. ആഡംബര റെസ്റ്റോറന്റിലെ മിന്നിത്തിളങ്ങുന്ന സ്ഫടിക വിളക്കുകൾക്ക് കീഴിലിരുന്ന് മേശപ്പുറത്തിരുന്ന വൈൻ ഗ്ലാസിലേക്ക് നോക്കി ഹരി തന്റെ സംഭാഷണം തുടർന്നു. ഗൗരി ചോദിച്ച ചോദ്യം അവന്റെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ തന്റെ ആത്മവിശ്വാസവും പ്രതാപവും വീണ്ടും പ്രകടിപ്പിക്കാനായിരുന്നു അവന്റെ ശ്രമം. ഗൗരിയെ പോലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് നഗരത്തിലെ ഉയർന്ന ജീവിതശൈലിയെക്കുറിച്ചോ അതിന്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ വലിയ ധാരണ കാണില്ലെന്നാണ് അവൻ സ്വയം ന്യായീകരിച്ചത്. ഗൗരി, നീ ഇപ്പോഴും ഈ ചെറിയ ലോകത്താണ് ജീവിക്കുന്നത്, ഹരി താല്പര്യത്തോടെ സംസാരിച്ചു തുടങ്ങി. പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ലെന്ന് പറയുന്നത് പണമില്ലാത്തവരുടെ ഒരു ആശ്വാസവാക്ക് മാത്രമാണ്.
ഇന്ന് ഈ ലോകത്ത് എന്തും നേടാൻ പണം വേണം. എന്റെ കാര്യം തന്നെ നോക്കൂ. അടുത്ത മാസത്തിൽ ഞാൻ ജർമ്മനിയിലേക്ക് ഒരു ബിസിനസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിലാണ് താമസം. കൂടാതെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പുതിയ മോഡൽ BMW കാർ ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ തരുന്ന ഒരു തൃപ്തിയും ആത്മവിശ്വാസവും വേറെ എന്തിനാണ് നൽകാൻ കഴിയുക? ഗൗരി അവന്റെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമോ അസൂയയോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം അനുകമ്പയും കൗതുകവുമായിരുന്നു. താൻ പറയുന്ന വൻകിട പദ്ധതികളും വലിയ തുകകളുടെ കണക്കുകളും കേട്ട് അവൾ അത്ഭുതപ്പെടുമെന്ന് ഹരി പ്രതീക്ഷിച്ചെങ്കിലും അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ഹരി വീണ്ടും തുടർന്നു. ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അവൾ ആഗ്രഹിക്കുന്ന ഏത് വസ്ത്രവും, എത്ര വിലപിടിപ്പുള്ള സ്വർണവും രത്നങ്ങളും, ലോകത്തിലെ ഏത് കോണിലേക്കുള്ള യാത്രകളും വാങ്ങി നൽകാൻ എനിക്ക് കഴിയും. എൻഗേജ്മെന്റിന് വേണമെങ്കിൽ നിനക്ക് ദുബായിൽ നിന്ന് പ്രത്യേക ഡിസൈനർ വസ്ത്രങ്ങൾ വരുത്തിച്ചു തരാം. എന്റെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്കൊരിക്കലും ഒരു കാര്യത്തിനും കുറവുണ്ടാക്കില്ല. ഒരു രാജകുമാരിയെപ്പോലെ നിന്നെ നോക്കാൻ എനിക്ക് കഴിയും. ഇതൊക്കെയല്ലേ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത്. തന്റെ വാക്കുകൾ ഗൗരിയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന ഉറപ്പോടെ ഹരി അവളിലേക്ക് നോക്കി. എന്നാൽ ഗൗരി പതുക്കെ താൻ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് മാറ്റിവെച്ച് ഹരിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ നോട്ടത്തിൽ അഗാധമായ ഒരു ശാന്തതയുണ്ടായിരുന്നു. ഹരി, നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കാം. ഗൗരി തികഞ്ഞ ആത്മാഭിമാനത്തോടെ സംസാരിച്ചു തുടങ്ങി. പക്ഷേ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. നിങ്ങൾ ഈ പറയുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും വലിയ കാറുകളുമൊക്കെ പണം കൊടുത്താൽ ആർക്കും വാങ്ങാൻ കിട്ടും. അത് തന്ന് ഒരു സ്ത്രീയുടെ മനസ്സ് നിമിഷനേരത്തേക്ക് സന്തോഷിപ്പിക്കാനും കഴിഞ്ഞേക്കാം. അതിനപ്പുറം വേറെന്താണ് വേണ്ടത്? ഹരി പുരുക്കം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു സ്ത്രീക്ക് വേണ്ടത് അവളുടെ വ്യക്തിത്വത്തിന് ലഭിക്കുന്ന ബഹുമാനമാണ് ഹരി. ഗൗരി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു പെണ്ണിന്റെ മനസ്സ് നിറക്കാൻ നിങ്ങളുടെ ഈ കോടികൾക്ക് കഴിയില്ല. അവളുടെ മനസ്സ് നിറക്കണമെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടാകണം. കൂടെയുള്ളവൾക്കായി സ്വന്തം തിരക്കുകളിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്കാകണം. സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ മുന്നിലും കൈനീട്ടാത്ത ഒരു പെണ്ണാഗ്രഹിക്കുന്നത് പണമല്ല, പകരം അവൾ അർഹിക്കുന്ന ആദരവും വിശ്വസ്തതയുമാണ്. ഗൗരിയുടെ വാക്കുകൾ റെസ്റ്റോറന്റിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ വ്യക്തമായി മുഴങ്ങി. ഹരി അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ സമ്പത്തിലും പദവിയിലും അഹങ്കരിച്ചിരുന്ന അവന്റെ മുന്നിൽ ഒരു ലളിതമായ വസ്ത്രം ധരിച്ച പെൺകുട്ടി ജീവിതത്തിന്റെ വലിയൊരു സത്യം തുറന്നു പറയുകയായിരുന്നു. നിങ്ങൾ വാങ്ങിത്തരുന്ന വില കൂടിയ സമ്മാനങ്ങളെക്കാൾ എനിക്ക് പ്രധാനം എനിക്കൊരു വിഷമം വരുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന, എന്റെ ചിന്തകളെയും മാനസികാവസ്ഥകളെയും മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയാണ്. ഗൗരി തുടർന്നു. മറ്റൊരാളുടെ പണത്തിന്റെ തണലിൽ ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നതിലാണ് ഏതൊരു ആത്മാഭിമാനമുള്ള പെണ്ണിനും സന്തോഷം. അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ മുന്നിൽ നിങ്ങൾ പണത്തിന്റെ തിളക്കം കാണിച്ചാൽ അവൾക്ക് അതിനോട് യാതൊരു ബഹുമാനവും തോന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഹരിക്ക് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ ഓർഡർ ചെയ്ത വിഭവങ്ങളുടെ വിലയും തന്റെ വൻകിട കാറുകളുടെ കണക്കുകളും ആ ചെറിയ പെൺകുട്ടിയുടെ നിലപാടുകൾക്ക് മുന്നിൽ തികച്ചും നിസ്സാരമായി മാറിയതുപോലെ അവന് തോന്നി. പണം കൊണ്ട് ആരുടെയും മനസ്സ് വാങ്ങാമെന്ന തന്റെ ചിന്താഗതിയിലെ തെറ്റ് അവൻ ആദ്യമായി തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. റെസ്റ്റോറന്റിലെ വൻതുകയുടെ ബില്ല് മേശപ്പുറത്ത് വന്ന് വീഴുമ്പോഴും ഹരിയുടെ മനസ്സ് ഗൗരി പറഞ്ഞ ആ വാക്കുകളിൽ തങ്ങി നിൽക്കുകയായിരുന്നു. സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാത്ത പെണ്ണ് ചോദിക്കുന്നത് പണമല്ല, അർഹിക്കുന്ന ബഹുമാനവും വിശ്വസ്തതയുമാണ്. റെസ്റ്റോറന്റിലെ വൻതുകയുടെ ബില്ല് മേശപ്പുറത്ത് വന്ന് വീണപ്പോൾ ഹരിമെല്ലെ തന്റെ വാളറ്റിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെയിറ്റർക്ക് നൽകി. എന്നും അഭിമാനത്തോടെ മാത്രം ചെയ്തിരുന്ന ആ പ്രവൃത്തി ഇന്ന് അവന്റെ കൈകളിൽ ഒരു പതർച്ചയുണ്ടാക്കി. മുന്നിലിരിക്കുന്ന ഗൗരിയുടെ ശാന്തവും തെളിഞ്ഞതുമായ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ഒരുതരം മടി തോന്നി. താൻ ഇതുവരെ നേടിയെടുത്ത കോടികളുടെ സമ്പാദ്യവും ആഡംബരങ്ങളും ബിസിനസ് സാമ്രാജ്യവുമെല്ലാം ആ ലളിതമായ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ പൊടിഞ്ഞു വീണതുപോലെ അവന് അനുഭവപ്പെട്ടു. റെസ്റ്റോറന്റിൽ നിന്നും പുറത്തിറങ്ങി കാറിലേക്ക് കയറുമ്പോൾ ഇരുവർക്കുമിടയിൽ ഒരു വലിയ നിശബ്ദത നിഴലിച്ചു. കാർ നഗരത്തിലെ തിരക്കുകളിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോഴും ഹരിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്നും താൻ ജയിച്ചു മാത്രം ശീലിച്ചവനാണ്. തന്റെ നിലപാടുകളാണ് ശരിയെന്ന് വിശ്വസിച്ചവനാണ്. എന്നാൽ ഇന്ന് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ചില സത്യങ്ങൾ തനിക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഗൗരി, ഹരി ശാന്തമായി വിളിച്ചു. എന്താ ഹരി? അവൾ തിരിഞ്ഞു നോക്കി. നീ പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു. എനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ഞാൻ അളന്നത് എൻ്റെ പണവും പ്രതാപവും കൊണ്ടാണ്. എൻഗേജ്മെന്റിനും കല്യാണത്തിനും വലിയ ആഘോഷങ്ങളും സമ്മാനങ്ങളും പ്ലാൻ ചെയ്തപ്പോൾ അതൊക്കെ ഏതൊരു പെണ്ണിനെയും സന്തോഷിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്.
പക്ഷേ നീ അതിനെയെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ശരിക്കും നിനക്ക് എന്താണ് വേണ്ടത്? ഹരിയുടെ ശബ്ദത്തിൽ മുമ്പുണ്ടായിരുന്ന അഹങ്കാരത്തിന്റെ അംശം പോലുമില്ലായിരുന്നു. പകരം ആത്മാർത്ഥമായ ഒരു അന്വേഷണമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഗൗരി കാറിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വഴിയോരത്തെ തെരുവ് വിളക്കുകളുടെ വെളിച്ചം അവളുടെ മുഖത്ത് മാറി മാറി പതിക്കുന്നുണ്ടായിരുന്നു. ഹരി, പണം വേണ്ട എന്ന് ഞാൻ പറയില്ല. ഗൗരി വളരെ വ്യക്തതയോടെ സംസാരിച്ചു തുടങ്ങി. ഈ ലോകത്ത് ജീവിക്കാൻ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം വേണം. അതിനായി അധ്വാനിക്കുന്നതിലും തെറ്റില്ല. എന്നാൽ പണമാണ് ജീവിതത്തിലെ എല്ലാമെന്ന് കരുതുന്നിടത്താണ് തെറ്റ് സംഭവിക്കുന്നത്. ഒരു പെണ്ണിനെ പണം കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് അവളെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. വിശക്കുമ്പോൾ ഭക്ഷണം വാങ്ങിത്തരുന്നതല്ല സ്നേഹം. ഒപ്പമിരുന്ന് വിശപ്പും വിശേഷങ്ങളും ചോദിച്ചറിയുന്നതാണ് സ്നേഹം. അവൾ അല്പസമയം നിർത്തി ഹരിയെ നോക്കിക്കൊണ്ട് തുടർന്നു. എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് വലിയ സാമ്പത്തിക സൗകര്യങ്ങളിലല്ല. പക്ഷേ അച്ഛന് ഒരു വിഷമം വരുമ്പോൾ താങ്ങായി അമ്മയുണ്ട്. അമ്മയുടെ ഒരു ചെറിയ കണ്ണീര് പോലും അച്ഛനെ അസ്വസ്ഥനാക്കും. അവിടെ പണമല്ല ഉള്ളത്, പരസ്പരമുള്ള വിശ്വാസവും കരുതലുമാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തമായി ജീവിക്കുന്ന ഒരു പെണ്ണിനെ അവളുടെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത്. അവളുടെ മുന്നിൽ പണത്തിന്റെ തിളക്കം കാണിച്ചാൽ അവൾ വീണുപോകില്ല. അവൾ ചോദിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ. അവൾ അർഹിക്കുന്ന ബഹുമാനം, വിശ്വസ്തത, പിന്നെ എന്തൊക്കെ തിരക്കുകളുണ്ടായാലും കൂടെയുണ്ടെന്ന ഉറപ്പ്. അതിനേക്കാൾ വലിയൊരു വിലപിടിപ്പുള്ള സമ്മാനം ഈ ലോകത്ത് വേറെയില്ല. ഗൗരിയുടെ ഓരോ വാക്കുകളും ഹരിയുടെ ഉള്ളിലെ അടഞ്ഞുകിടന്ന ചിന്തകളുടെ വാതിലുകൾ ഓരോന്നായി തുറക്കുകയായിരുന്നു. താൻ ഇതുവരെ പെൺകുട്ടികൾക്ക് നൽകാൻ പ്ലാൻ ചെയ്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും എത്ര നിസ്സാരമായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. സന്തോഷമെന്നത് കടയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു വസ്തുവല്ല, മറിച്ച് മനസ്സുകൾ തമ്മിൽ കൈമാറുന്ന ഒന്നാണെന്ന വലിയ സത്യം അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല ഗൗരി, ഹരി തടസ്സമില്ലാതെ തുറന്നു പറഞ്ഞു. എൻ്റെ മുന്നിൽ വരുന്നവരെയൊക്കെ പണത്തിൻ്റെ അളവുകോൽ വെച്ചാണ് ഞാൻ നോക്കിയത്. എന്നാൽ നീ എന്നേക്കാൾ വലിയൊരു സമ്പന്നയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. നിന്റെ നിലപാടുകളും ആത്മാഭിമാനവുമാണ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഗൗരി പതുക്കെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഹരിയെ പരിഹസിക്കുന്ന ഭാവമായിരുന്നില്ല, മറിച്ച് ഒരു നല്ല സുഹൃത്തിനോടുള്ള ആദരവായിരുന്നു. ഹരിക്ക് പണമുണ്ട്, വിജയങ്ങളുണ്ട്. പക്ഷേ ജീവിതം എന്നാൽ ബിസിനസ് മാത്രമല്ല. ഒരു പെണ്ണിന്റെ മനസ്സ് നിറക്കണമെങ്കിൽ നിങ്ങളിലെ പണക്കാരനല്ല, നിങ്ങളിലെ മനുഷ്യനാണ് മുന്നോട്ട് വരേണ്ടത്. അവളുടെ ചെറിയ ആവശ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ മുന്നിലും കൈനീട്ടാത്ത പെണ്ണ് അത്രയും വിലപിടിപ്പുള്ളവളാണ്. അവളെ സമ്പത്ത് കൊണ്ട് കീഴടക്കാൻ നോക്കരുത്, സ്നേഹം കൊണ്ട് കൂടെ നിർത്താൻ നോക്കണം. കാർ ഗൗരിയുടെ വീട്ടുപടിക്കലെത്തി നിന്നു. വീടിന്റെ പൂമുഖത്ത് വെളിച്ചം അണഞ്ഞിരുന്നില്ല. മകളെയും പ്രതീക്ഷിച്ച് അച്ഛൻ മാധവേട്ടൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങാൻ നേരം ഗൗരി ഹരിക്ക് നേരെ തിരിഞ്ഞു. ഇന്നത്തെ നല്ല ഭക്ഷണത്തിനും നമ്മൾ തമ്മിൽ സംസാരിച്ച ഈ സമയത്തിനും നന്ദി ഹരി. ഇല്ല ഗൗരി, നന്ദി പറയേണ്ടത് ഞാനാണ്, ഹരി ആത്മാർത്ഥമായി പറഞ്ഞു. ഇത്രയും കാലം ഞാൻ കാണാത്ത, അല്ലെങ്കിൽ ഞാൻ കാണാൻ ശ്രമിക്കാത്ത ജീവിതത്തിന്റെ ഒരു വലിയ ഏടാണ് നീ എനിക്ക് കാണിച്ചു തന്നത്. ഗൗരി കാറിൽ നിന്നിറങ്ങി പതുക്കെ തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. അവൾ പൂമുഖത്തേക്ക് കയറുന്നത് നോക്കി ഹരി കാറിൽ തന്നെ ഇരുന്നു. അവളുടെ ലളിതമായ ആ കാലടികളിൽ വലിയൊരു ആത്മാഭിമാനം നിറഞ്ഞു നിന്നിരുന്നു. പണം കൊണ്ട് ആരുടെയും മനസ്സ് വാങ്ങാമെന്ന തന്റെ അഹങ്കാരത്തിന്റെ കനലുകൾ അവിടെ അണഞ്ഞു തുടങ്ങുകയായിരുന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് വെറും ഒരു സാധാരണ പെൺകുട്ടിയല്ല, മറിച്ച് സ്വന്തം നിലപാടുകൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പെണ്ണായി മാറിയ ഗൗരിയാണെന്ന് അവൻ ഉറപ്പിച്ചു. ആ തിരിച്ചറിവോടെ ഹരി തന്റെ കാർ തിരിച്ചുവിട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം ഹരിയുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു ആത്മപരിശോധനയുടെ സമയമായിരുന്നു അത്. ഗൗരിയോടൊപ്പമുള്ള ആ രാത്രിക്ക് ശേഷം അവന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ആകെ മാറിമറിഞ്ഞിരുന്നു. കോടികളുടെ ബിസിനസ് ഡീലുകളും ലാഭക്കണക്കുകളും മാത്രമായിരുന്നു അതുവരെ അവന്റെ ലോകം. എന്നാൽ ഇപ്പോൾ സ്വന്തം സമ്പാദ്യത്തെക്കാൾ വലുതാണ് മനുഷ്യബന്ധങ്ങളിലെ ആത്മാർത്ഥതയെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ഗൗരിയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മറ്റൊരാളുടെ പണത്തിന്റെ തണലിൽ ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നതിലാണ് ഏതൊരു ആത്മാഭിമാനമുള്ള പെണ്ണിനും സന്തോഷം. അവൾ ചോദിക്കുന്നത് പണമല്ല, അർഹിക്കുന്ന ബഹുമാനം വിശ്വസ്തതയുമാണ്. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഹരിക്ക് ഗൗരിയുടെ അച്ഛൻ മാധവേട്ടന്റെ ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുത്ത ഉടനെ അപ്പുറത്ത് നിന്ന് മാധവേട്ടന്റെ ആശങ്ക നിറഞ്ഞ ശബ്ദം കേട്ടു. ഹരി, മോനൊന്ന് ഇങ്ങോട്ട് വരാമോ? ഗൗരിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഹൃദയം തൊണ്ടയോട് വന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഹരി അത് കേട്ടത്.
ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ ആഡംബര കാറല്ല, മറിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കാറുമായി അവൻ ആ ഗ്രാമത്തിലേക്ക് കുതിച്ചു. മനസ്സിൽ ആദിയായിരുന്നു. പണമുണ്ടെങ്കിൽ എന്ത് പ്രശ്നവും തീർക്കാമെന്ന് കരുതിയ ഹരി തന്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരു വിഷമമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എത്ര നിസ്സാരനായാണ് മാറിയതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹരിയുടെ കണ്ണ് നനയിപ്പിച്ചു. ഗൗരി ജോലി ചെയ്തിരുന്ന ചെറിയ സ്ഥാപനത്തിലെ ഒരു പ്രതിസന്ധിയുടെ പേരിൽ അവിടെയുള്ള ചിലർ അവളെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാതെ സ്വന്തം ആത്മാഭിമാനത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പൊരുതുകയായിരുന്നു ഗൗരി. ആരും കൂടെ ഇല്ലെങ്കിലും തന്റെ സത്യസന്ധത കൈവിടില്ല എന്ന വാശി ആ കണ്ണുകളിലുണ്ടായിരുന്നു. ഹരി നേരെ ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നു. എന്നും അഹങ്കാരത്തോടെ പെരുമാറിയിരുന്ന ഹരിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പക്വതയോടെയും ദൃഢതയോടെയും അവൻ അവിടെയുള്ളവരോട് സംസാരിച്ചു. തന്റെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിലല്ല, മറിച്ച് ഗൗരിയുടെ സത്യസന്ധതയെ മുൻനിർത്തിയാണ് അവൻ അവരെ നേരിട്ടത്. ഹരിയുടെ ആ വരവും പിന്തുണയും ഗൗരിക്ക് വലിയൊരു കരുത്തായി മാറി. ആ പ്രതിസന്ധിയെയെല്ലാം അവർ ഒറ്റക്കെട്ടായി നേരിട്ടു. എല്ലാം ശാന്തമായ ശേഷം സന്ധ്യയുടെ വെളിച്ചത്തിൽ അവർ ആ തറവാട്ടുമുറ്റത്തെ ചാരുബെഞ്ചിൽ ഒന്നിച്ചിരുന്നു. കാറ്റിൽ ആടിയുലയുന്ന തെങ്ങോലകളുടെ ശബ്ദം മാത്രം അവിടെ കേൾക്കാമായിരുന്നു. ഗൗരിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു, ഒപ്പം തിളങ്ങുന്ന കണ്ണുകളും. ഹരി ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മോതിരം അവളുടെ നേരെ നീട്ടി. അത് വലിയൊരു ഡയമണ്ട് റിങ്ങൊന്നുമല്ലായിരുന്നു, മറിച്ച് വളരെ ലളിതമായ എന്നാൽ സ്നേഹം തുളുമ്പുന്ന ഒരു ചെറിയ മോതിരം. ഇത് വലിയ വിലപിടിപ്പുള്ള ഒന്നല്ല ഗൗരി, ഹരിയുടെ ശബ്ദമിടറി. പക്ഷേ എനിക്ക് നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് എന്ന് മനസ്സിലാക്കി തന്നതിൻ്റെ ഓർമ്മയാണിത്. എൻ്റെ പണവും പ്രതാപവുമല്ല, എൻ്റെ സ്നേഹവും വിശ്വസ്തതയുമാണ് ഞാൻ നിനക്ക് നൽകുന്നത്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ? ഗൗരി ആ മോതിരത്തിലേക്ക് നോക്കി, തുടർന്ന് ഹരിയുടെ കണ്ണുകളിലേക്കും. അവിടെ പണത്തിൻ്റെ തിളക്കമായിരുന്നില്ല, മറിച്ച് അവളെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ സ്നേഹവും ആത്മാർത്ഥതയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ തന്റെ കൈനീട്ടി ആ മോതിരം സ്വീകരിച്ചു. പതുക്കെ തലയാട്ടി സമ്മതമോളെ. അവിടെ ആ ചെറിയ തറവാട്ടുമുറ്റത്ത് ആഡംബരങ്ങളുടെ തിളക്കത്തേക്കാൾ മനോഹരമായ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമാവുകയായിരുന്നു. പണം കൊണ്ട് സന്തോഷം വാങ്ങാമെന്ന് കരുതിയ ഹരി അതിനേക്കാൾ എത്രയോ മനോഹരമായ ഒരു സത്യം തിരിച്ചറിഞ്ഞു. മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാത്ത സ്വന്തം ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആ രാത്രിയിൽ അവർ പരസ്പരം നൽകിയ ഉറപ്പ് സ്നേഹത്തിന്റെ മാത്രം വിലയുള്ളതായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഹരിയുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഏറ്റവും വലിയ വാർഷികാഘോഷം നഗരത്തിലെ പ്രമുഖ ഓഡിറ്റോറിയത്തിൽ നടക്കുകയായിരുന്നു. വൻകിട വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും നിറഞ്ഞ ആ വേദിയിലേക്ക് അവതാരകൻ ഹരിയെ ക്ഷണിച്ചു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഹരിയുടെ കമ്പനിയുടെ കോടികളുടെ വിറ്റുവരവിനെയും പുതിയ ബിസിനസ് നേട്ടങ്ങളെയും കുറിച്ചുള്ള പ്രസംഗമായിരുന്നു എന്നാണ്. എന്നാൽ മൈക്കിന് മുന്നിലേക്ക് വന്ന ഹരി തന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ മാറ്റിവെച്ച് മുൻനിരയിലിരിക്കുന്ന ഗൗരിയെ നോക്കി സംസാരിച്ചു തുടങ്ങി. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ കമ്പനി കൈവരിച്ച നേട്ടങ്ങളുടെ വിജയത്തെക്കുറിച്ചല്ല, പകരം പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതിയ ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെ ഒരു പെൺകുട്ടി എങ്ങനെ തിരുത്തിക്കുറിച്ചു എന്നതിനെക്കുറിച്ചാണ്. സദസ്സ് മുഴുവൻ നിശബ്ദമായി. ഹരി തുടർന്നു, പണം കൊണ്ട് ഏതൊരു പെണ്ണിന്റെയും മനസ്സ് വാങ്ങാമെന്ന് കരുതിയ ആളായിരുന്നു ഞാൻ. എന്നാൽ സ്വന്തം ആത്മാഭിമാനത്തിലും അധ്വാനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് മുന്നിൽ നമ്മുടെ കോടികൾക്ക് യാതൊരു വിലയുമില്ലെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഭാര്യ ഗൗരിയാണ്. ഒരു സ്ത്രീക്ക് പണമല്ല നൽകേണ്ടത്, പകരം അവൾ അർഹിക്കുന്ന ആദരവും വിശ്വസ്തതയും കൂടെയുള്ളപ്പോൾ നൽകുന്ന ആത്മാർത്ഥമായ സമയവുമാണ്. അത് നൽകാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം വെറും ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. സദസ്സിൽ നിന്ന് വലിയൊരു കയ്യടി ഉയർന്നു. ഗൗരിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി. ആ ചടങ്ങിന് ശേഷം ഹരി തന്റെ കമ്പനിയുടെ സാമൂഹിക സേവന വിഭാഗത്തിന്റെ പ്രധാന ചുമതല ഗൗരിയെ ഏൽപ്പിച്ചു. അനാഥരായ പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അധ്വാനിക്കാനുമുള്ള പരിശീലനം നൽകുന്ന വലിയൊരു പ്രൊജക്റ്റായിരുന്നു അത്. അന്ന് രാത്രി വീടിന്റെ പൂമുഖത്ത് നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ഹരി ഗൗരിയുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. ഇന്ന് ഞാൻ നഗരത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നോട് നന്ദി പറഞ്ഞു. കാരണം പണം കൊണ്ട് അന്ധനായി പോയ എനിക്ക് യഥാർത്ഥ ജീവിതം കാണിച്ചു തന്നത് നീയാണ്. ഗൗരി അവന്റെ തോളിലേക്ക് തലചായ്ച്ചു പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മളിലെ മനുഷ്യത്വം നഷ്ടപ്പെടരുത് ഹരി. നിങ്ങളുടെ കയ്യിലെ പണമല്ല, എൻ്റെ ചിന്തകളെയും മാനസികാവസ്ഥകളെയും ബഹുമാനിക്കുന്ന നിങ്ങളുടെ മനസ്സാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. പ്രിയമുള്ളവരെ, പണം നൽകുന്ന ആഡംബരങ്ങളെക്കാൾ പ്രധാനം സ്വന്തം പങ്കാളിയുടെ ആത്മാഭിമാനത്തിന് നൽകുന്ന ബഹുമാനമാണ്.
സ്വന്തമായി ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെ കീഴടക്കാൻ സാമ്പത്തികം കൊണ്ടാവില്ല, മറിച്ച് സത്യസന്ധമായ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യത്തോടെ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.